ഒരേ സമയത്ത് ആകാശത്ത് പറക്കുന്ന രണ്ട് വിമാനങ്ങൾക്ക് ഒരേ ഫ്ലൈറ്റ് നമ്പർ. കേൾക്കുമ്പോൾ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നില്ലേ? എന്നാൽ കേൾക്കുന്നതിലും ഗുരുതരമായ കാര്യങ്ങളാണ് അമേരിക്കയിലെ ഫീനിക്സിൽ സംഭവിച്ചത്. ഒരേ ഫ്ലൈറ്റ് നമ്പറിൽ പറന്ന രണ്ട് അമേരിക്കൻ എയർലൈൻസ് വിമാനങ്ങൾ എയർ സ്പേസിൽ ഒരേ വ്യോമമേഖലയിലേക്ക് എത്തിപ്പെട്ടു. വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടെ സമയോചിതമായി എയർ ട്രാഫിക് കൺട്രോളർ നടത്തിയ കൃത്യമായ ഇടപെടലിലൂടെ വലിയൊരു ആകാശ ദുരന്തമാണ് ഒഴിവായത്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു പിഴവ് സംഭവിച്ചത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയിലെ അരിസോണയിലെ ഫീനിക്സ് സ്കൈ ഹാർബർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ഈ അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത്. ഒരേ ഫ്ലൈറ്റ് നമ്പറിലുള്ള രണ്ട് വിമാനങ്ങൾ അപകടകരമായ രീതിയിൽ ഒരേ എയർ സ്പേസിൽ അടുത്തു വരുന്നു. ചിക്കാഗോയിൽ നിന്ന് ഫീനിക്സിലേക്ക് വരുന്ന വിമാനവും ഫീനിക്സിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത മറ്റൊരു വിമാനവുമാണ് ഇങ്ങനെ അപകടകരമായ രീതിയിൽ അടുത്തെത്തിയത്. രണ്ട് ഫ്ലൈറ്റുകളും അമേരിക്കൻ എയർലൈൻസ് വിമാനങ്ങളാണ്. മോശം കാലാവസ്ഥ മൂലം ഫീനിക്സിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനം വൈകിയിരുന്നു. അതിനാൽ യാത്രക്കാർക്കുണ്ടാകുന്ന അസൗകര്യം ഒഴിവാക്കാൻ മറ്റൊരു വിമാനം കമ്പനി ഏർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ വൈകിയ വിമാനത്തിനും പുതിയതായി പുറപ്പെടാൻ സജ്ജമാക്കിയ വിമാനത്തിനും നൽകിയത് ഒരേ ഫ്ലൈറ്റ് നമ്പർ. എയർലൈനിന്റെ നിയന്ത്രണ വിഭാഗത്തിന് സംഭവിച്ച പിഴവായിരുന്നു ഇത്. അങ്ങനെ ഒരേ സമയത്ത് രണ്ട് വിമാനങ്ങൾ അമേരിക്കയിൽ ഒരേ ഫ്ലൈറ്റ് നമ്പറിൽ പറക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. രണ്ട് വിമാനങ്ങളും ഫീനിക്സിന് സമീപമുള്ള വ്യോമമേഖലയിൽ എത്തിയതോടെ അവയുടെ സഞ്ചാരപാതകൾ തമ്മിലുള്ള അകലം കുറയാൻ തുടങ്ങി. സാധാരണ നിലയിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. എന്നാൽ ഒരേ നമ്പറിലുള്ള രണ്ട് വിമാനങ്ങൾ ഒരേ എയർ സ്പേസിൽ എത്തിയതോടെ എയർ ട്രാഫിക് കൺട്രോളും ആശയക്കുഴപ്പത്തിലായി. റേഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് സാധാരണ എയർ ട്രാഫിക് കൺട്രോളർ വിമാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതിനായി ഓരോ വിമാനത്തിനും വ്യത്യസ്തമായ കോൾ സൈനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഫ്ലൈറ്റുകൾക്ക് ഒരേ നമ്പർ ആയതുകൊണ്ട് തന്നെ രണ്ട് വിമാനങ്ങൾക്കും ഒരേ കോൾ സൈൻ ആയിരുന്നു. അതായത് കൺട്രോളർ അമേരിക്കൻ 2482 എന്ന് വിളിച്ചാൽ രണ്ട് വിമാനങ്ങളും അത് കോൾ സൈനായി മനസ്സിലാക്കുന്ന അവസ്ഥ. ഒരേ ഫ്ലൈറ്റ് നമ്പറും ഒരേ റേഡിയോ ഫ്രീക്വൻസിയും ഉപയോഗിച്ച രണ്ട് വിമാനങ്ങൾ ഒരേ സമയം ഒരേ ആകാശപരിധിയിൽ പറന്നതോടെ അത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയത്. ഇരു വിമാനങ്ങളുടെയും സഞ്ചാരപാതകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന രീതിയിലായിരുന്നു അവിടെ. കൺട്രോളർ നൽകുന്ന നിർദ്ദേശങ്ങൾ തങ്ങൾ കാണുന്ന തെറ്റിദ്ധരിച്ച രണ്ട് പൈലറ്റുമാരും ഒരുപോലെ പ്രവർത്തിച്ചതോടെ വിമാനങ്ങൾ കൂട്ടിയിടിക്ക് സമാനമായ സാഹചര്യത്തിൽ വരെ എത്തി. എന്നാൽ ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചെന്നും രണ്ട് വിമാനങ്ങൾക്കും ഒരു നമ്പറാണെന്നും മനസ്സിലായതോടെയാണ് എയർ ട്രാഫിക് കൺട്രോളർ അതീവ ശ്രദ്ധയോടെ ഇടപെട്ടത്. പരിചയസമ്പന്നനായ എയർ ട്രാഫിക് കൺട്രോളർ അപകട സാധ്യത തിരിച്ചറിഞ്ഞ രണ്ട് വിമാനങ്ങളെയും വ്യത്യസ്ത രീതിയിൽ കോൾ സൈൻ കൊടുത്താണ് ഈ പ്രതിസന്ധിയെ മറികടന്നത്. ലാൻഡ് ചെയ്യാൻ വരുന്ന വിമാനത്തെ അമേരിക്കൻ 2482 അറൈവൽ എന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തെ അമേരിക്കൻ 2482 ഡിപ്പാർച്ചർ എന്നും വിളിച്ച വിമാനങ്ങൾ തമ്മിൽ ആവശ്യമായ അകലം നിലനിർത്തുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കി. അങ്ങനെ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് രണ്ട് വിമാനങ്ങളെയും സുരക്ഷിതമായി മാറ്റാൻ എയർ ട്രാഫിക് കൺട്രോളറിന് സാധിച്ചു. ഫ്ലൈറ്റുകൾ സുരക്ഷിതമായി കടന്നുപോയതിന് പിന്നാലെ വിമാനത്തിലെ പൈലറ്റ് സമയോചിതമായ ഇടപെടലിന് എയർ ട്രാഫിക് കൺട്രോളറെ അഭിനന്ദിക്കുകയും ചെയ്തു. അപകടകരമായ രീതിയിൽ അടുത്തെത്തിയെങ്കിലും വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന സംഗതി. എങ്കിലും നിയർ മിസ്സായി തന്നെയാണ് വിദഗ്ധർ ഈ സംഭവത്തെ ചൂണ്ടിക്കാട്ടുന്നത്. ഒരേ ഫ്ലൈറ്റ് നമ്പറിൽ രണ്ട് വിമാനങ്ങൾ ഒരേ സമയം സർവീസ് നടത്തുന്നത് കണ്ടെത്താൻ എയർലൈനിന്റെ സിസ്റ്റത്തിന് കഴിയാതെ പോയതാണ് സംഭവത്തിന് കാരണമെന്നാണ് ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത്. സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ എയർലൈൻസും ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.